എല്ലാവർക്കും വോളിയം പ്രൊഫൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഡേറ്റ് ജൂലൈ 24 ഫ്രൈഡേ 2026. അപ്പോൾ ഇന്ന് ഈ ആഴ്ചയിലെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഗോൾഡിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് ജസ്റ്റ് നമ്മളെ ചാനലിനെ പറ്റി പറയാം. നമ്മൾ വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ടൂൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. വോളിയം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടൂളാണ് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത്. അത് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ. ഫോറക്സ്, ക്രിപ്റ്റോ ഇതിനകത്തെല്ലാം നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വാട്സപ്പിൽ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പ് ഉണ്ട്. അവിടെ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഫോറക്സിൻ്റെ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഗോൾഡിലേക്ക് പോകാം. ഗോൾഡിൽ ഇന്നലെ ഓൾമോസ്റ്റ് നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്താണ് മാർക്കറ്റ് ബൈ മാർക്കറ്റിൻ്റെ എന്തായിരുന്നു ബെൻഡായിട്ട് മാർക്കറ്റിൻ്റെ ട്രെൻഡ് റിവേഴ്സലായി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 100 പോയിൻറ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റി. ജസ്റ്റ് 41 എന്ന റേഞ്ചിൽ നിന്നൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലായിരുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് 100 പോയിൻറ്റ് മാർക്കറ്റ് എന്ത് ചെയ്തു ഫോളോ ചെയ്തു. അതുകൊണ്ട് തന്നെ അത് മുഴുവനായിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും 86 എന്ന റേഞ്ചിൽ ഉണ്ടായിരുന്നു നമുക്ക് ലെവൽസ്. ഇതാണ് ലെവൽസ് ഉണ്ടായിരുന്നത്. അത് ബ്രേക്ക് ചെയ്തു. അവിടെ തന്നെ മാർക്കറ്റ് കറക്റ്റ് എന്ത് ചെയ്തു, ഈ ഒരു റേഞ്ചാണ് അല്ലേ ലെവൽസ് ഞാൻ മാറ്റിയിട്ടുണ്ട്. കാരണം ഇത് ഇന്നത്തെ ഡേ ലെവൽസാണ്. ഓൾമോസ്റ്റ് ഈ ലെവലിലാണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായത്. നമുക്ക് വീണ്ടും സെല്ല് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടാർഗറ്റാണ് 44 എന്നുള്ളത്. അപ്പം ഇന്നലെ വീഡിയോ കണ്ട ആളുകൾക്കെല്ലാം അത് യൂസ്ഫുള്ളായെന്ന് കരുതുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് ഓടിച്ചോട്ടി കണ്ടിട്ട് കാര്യമില്ല. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ്, നിങ്ങൾ 5 മിനിറ്റോ 2 മിനിറ്റോ അതിനകത്ത് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ തരുന്ന ലെവൽസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അല്ലാതെ ജസ്റ്റ് ഓടിച്ചു വിട്ട് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. 1 മിനിറ്റ് ആണെങ്കിൽ 1 മിനിറ്റ് നിങ്ങളെ വേസ്റ്റ് മാത്രമാണ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഇന്നലത്തെ നമ്മളെ ലെവലിൻ്റെ അല്ല മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. ഇത് പുതിയ ലെവലിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. കാരണം നമ്മളെ ലെവൽസ് എന്ന് പറയുന്നത് ഈ ഒരു സോണും ഇത് ഈ ഒരു സോണുമാണ് നമുക്ക് ലെവൽസ് ഉള്ളത്. സ്വാഭാവികമായിട്ടും അത് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാറുന്നതാണ്. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് ഈ 2 ലെവൽ മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ വേറെ ദിവസത്തെ പ്രൊഫൈലാണ്. അപ്പോൾ ഇത് നമുക്ക് എന്താണ് സപ്പോർട്ട് സോണാണ്, ഇത് റെസിസ്റ്റൻസ് സോണാണ്. അതിനുശേഷം നമ്മൾ സെല്ലെടുത്തിട്ടുണ്ടായിരുന്നു. സെല്ലെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോണിലാണ് നമ്മൾ സെല്ലെടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 29 എന്നൊരു ടാർഗറ്റ് പെൻഡിങ്ങിലായിരുന്നു കിടക്കുന്നുണ്ട്. അപ്പോൾ 29 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ലെവലിൻ്റെ താഴെയാണ്. അപ്പോൾ ആ ഒരു പ്ലാനിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മൾ മോർണിംഗിൽ സെല്ലെടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 22 നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഹിറ്റ് ചെയ്തു. കാരണം 21.5 ആണ്. അപ്പോൾ നമ്മൾ അത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ചിലപ്പോൾ ജസ്റ്റ് സ്പൈക്കിൽ സ്പ്രെഡിൻ്റെ ഇതുകൊണ്ട് നമുക്ക് എന്താവും അത് മിക്സായി പോകുന്നതായിരിക്കും. ഇപ്പോൾ കേരളത്തിൻ്റെ ലോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 21.7 ആണ് ഇതിൻ്റെ ലോ വന്നിട്ടുള്ളത്. അപ്പോൾ 22 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ബൈ ചെയ്യാനുള്ള റേഞ്ച് 22 ആണ്. ഈ ഒരു ഇതും ഞാൻ ഗ്രൂപ്പിലും എൻ്റെ മൾട്ടി ബാങ്കിൻ്റെ ഗ്രൂപ്പിലും കൊടുത്ത ലെവൽസാണ്. ഇത് സപ്പോർട്ട്, ഇത് റെസിസ്റ്റൻസ്. അവിടെ നമുക്ക് എന്ത് ചെയ്തു ഫസ്റ്റ് സെല്ല് കിട്ടി. അതിനുശേഷം ഇവിടെ നമുക്ക് എന്ത് ചെയ്തു ബൈ ആക്റ്റീവായി. പിന്നത്തെ ബൈ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഒരു ഫാള് വരണമെങ്കിൽ 4010 ബിലോ മാർക്കറ്റ് പോകണം. പക്ഷേ മാർക്കറ്റ് പോയില്ല. അതിന് മുന്നേ തന്നെ ഇത് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് പോയി. അതിനുശേഷം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും മാർക്കറ്റ് ഈ ലെവലിൻ്റെ മേലെ പോയി. വീണ്ടും മാർക്കറ്റ് കറക്റ്റ് ലെവലിൽ റീടെസ്റ്റ് എടുത്തു. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എന്താണ് നല്ല രീതിയിൽ ഇപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എത്രയാണ് 17 പോയിൻറ്റ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് വോളിയം പ്രൊഫൈലിൻ്റെ ലെവൽസ് എന്ന് പറയുന്നത്. ലെവൽസ് 100% വർക്കിംഗ് ആയിരിക്കും. അതിനെ പറ്റിയിട്ട് പറയാവേണ്ട ആവശ്യമില്ല. ഓക്കെ, കാരണം കുറച്ച് ലെവൽസ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ വേറൊരു ദിവസത്തെയാണ്. ഇത് ഒരു സോണ്, ഇത് രണ്ടാമത്തെ സോണാണ്. ആ 2 സോണായിട്ടാണ് ഈ 4 ലെവൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, നോർമലി കുറച്ച് വിട്ട് വരേണ്ടതാണ്. പക്ഷേ ഇത് അടുപ്പിച്ചുള്ള ഗ്യാപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനെയാണ് നമ്മളെ സോൺ വരുന്നത്. അത് രണ്ടും കൂടെ ഞാൻ ഇതായിരിക്കും. ഇങ്ങനെയാണ് നമ്മളെ ലെവൽസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ എപ്പോഴും നിങ്ങൾ 4 ലെവൽ കാണുമ്പോൾ ഓർത്തുകൊള്ളുക, 4 ലെവലല്ല, അത് 2 സോണ് നമ്മളത് എന്ത് ചെയ്യുന്നത് മാർക്കറ്റിൽ മറിച്ച് വെക്കുന്നതാണ് ഈ ഒരു സെറ്റപ്പിൽ. ഓക്കെ, അപ്പോൾ അതാണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്ന സമയത്ത് ഈ ഒരു സോൺ എന്താണ് മാർക്കറ്റിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇതും കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ നല്ലൊരു ഫാൾ ഇത് ഈസി ആയിട്ട് മാർക്കറ്റ് എടുത്ത് കളയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ നല്ലൊരു ഫാൾ മാർക്കറ്റിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ഈ മേലത്തെ 2 ലെവലിൽ എന്താണ് റെസിസ്റ്റൻസ് ഏരിയാസ് ആണ്. ഇതിൻ്റെ മേലെ ഒരിക്കലും ബൈ ചെയ്യാൻ വേണ്ടി പാടില്ല. ബൈ ചെയ്യുകയാണെങ്കിൽ ഈ 2 സോണ് മാത്രമാണ് ബൈ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പോകാം. ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ നമ്മൾ ചെറിയ ട്രേഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ഫ്രൈഡേ ആണ്, തിരക്കും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഫ്രൈഡേ മാർക്കറ്റ് ഓൾമോസ്റ്റ് സൈഡ് വൈസ് ആവും. ഓക്കെ, അപ്പോൾ രാവിലെ നമുക്ക് പുട്ട് ഓപ്ഷനിൽ ഇതൊന്നും ഞാൻ വോളിയം പ്രൊഫൈൽ ഗ്രൂപ്പിൽ കൊടുക്കാത്തതാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. കൊടുത്തത് മാത്രമാണ് ഞാൻ കാണിച്ചിരുന്നുള്ളൂ. ഓക്കെ, മാർക്കറ്റ് ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ നമുക്ക് പുട്ട് സൈഡിലൊരു ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കൊടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ കൊടുത്ത സപ്പോർട്ട് മാർക്കറ്റ്. ഇത് മീൻസ് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുന്നേ കൊടുത്തതാണ്. പക്ഷേ നല്ല ഗ്യാപ്പ് ഡൗൺ ആണെന്ന് വിചാരിച്ച് കൊടുത്തതാണ്. പക്ഷേ മാർക്കറ്റ് ആ റേഞ്ചിൽ വന്നില്ല. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ സസ്റ്റെയിൻ ചെയ്ത സമയത്ത് ഞാൻ ഓൾമോസ്റ്റ് ഈ ഒരു ടൈമിൽ തന്നെ ഏകദേശം 10 മണി ടൈമിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്താണ് മാർക്കറ്റിലെ
സപ്പോർട്ട് ഏരിയ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഞാൻ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും സെയിം ഒരു 2 സോണാണ്, അത് ഞാൻ രണ്ടും കൂടി ഒരുമിച്ച് മാർക്ക് ചെയ്തതാണ്. ഇതിനകത്ത് 2 ഗ്യാപ്പായിട്ട് എന്ത് ചെയ്യും, മേലെയുള്ളതും താഴെയുള്ളതും കൂടി 2 ഗ്യാപ്പാണ്. ഓക്കെ, ഓൾമോസ്റ്റ് ഇതാണ് നമ്മുടെ ഡിസ്കൗണ്ട് ഗ്യാപ്പായിട്ട് വരുന്നത്. അപ്പോൾ അത് ഒരുമിച്ച്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പോയിൻ്റ് ഉള്ളൂ ആകെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, താഴെ മുതൽ മേലെ വരെ എന്ന് പറയുന്നത് ഏകദേശം 45 പോയിൻ്റാണ് വരുന്നത്. അപ്പോൾ പ്രീമിയത്തിൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് 20 പോയിൻ്റൊക്കെയാണ് പ്രീമിയത്തിനകത്ത് SL വരിക. അപ്പോൾ അതിൻ്റെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമ്മളെ ലെവലിൽ ഇവിടെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ മേ ബി ഒരു 5 പോയിൻ്റ് 6 പോയിൻ്റൊക്കെയാണ് നമുക്ക് SL വരുള്ളൂ. അപ്പോൾ നിങ്ങൾ സീൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു 10 മണിക്ക് ശേഷം ഒരു സീന് എത്ര മൂവ് കിട്ടി എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക മതി. ഓക്കെ, ഓൾമോസ്റ്റ് ഇതാണ് ആ 10 മണി ടൈമിലുള്ള ടൈം. അവിടുന്ന് 68 പ്രീമിയം ഓൾമോസ്റ്റ് 150 വരെ പോയിട്ടുണ്ട്. ഇത്രയും സൈഡ് വൈസ് മാർക്കറ്റിൽ വരെ ഓൾമോസ്റ്റ് 80-90 പോയിൻ്റൊക്കെ 68 രൂപയുള്ള പ്രീമിയം പോയി. അപ്പോൾ 100 റുപ്പീസിൻ്റെ പ്രീമിയം ആണെങ്കിൽ ഓഫ് കോഴ്സ് അത് 100 പോയിൻറ്റിൻ്റെ മൂവ് തന്നിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ ഞാൻ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ഗ്രീനിൽ ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളെന്തായാലും പുട്ട് മേടിച്ച് ഹോൾഡ് ചെയ്യില്ല. മാർക്കറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഞാൻ ഇട്ട ടൈം ഓൾമോസ്റ്റ് ഈ ഒരു ടൈമിലാണ് ഞാൻ ഇട്ടത്. അവിടെ നിന്ന് തന്നെ മാർക്കറ്റ് 200 പോയിൻറ്റിൻ്റെ അടുത്ത് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈസി ആയിട്ട് റിക്കവറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് നമുക്ക് വ്യൂ ഉണ്ടായിരുന്നു, ബുള്ളിഷ് ആയിരുന്നു എൻ്റെ വ്യൂ എന്ന് പറയുന്നത്. പക്ഷേ ബുള്ളിഷ് നമ്മൾ എടുക്കണമെങ്കിൽ ഈ ഒരു സപ്പോർട്ടിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ മാർക്കറ്റ് ഈ സപ്പോർട്ട് മീൻസ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ നമുക്ക് ബുള്ളിഷ് ആയിട്ടുള്ള ട്രേഡിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ മാർക്കറ്റ് ഓപ്പൺ ആയത് ഈ ഒരു റേഞ്ചാണ്. ആ സമയത്താണ് എനിക്ക് ഈ സപ്പോർട്ട് കിട്ടിയത്. ഈ സപ്പോർട്ട് ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, സപ്പോർട്ട് എന്ന് പറഞ്ഞ് മെൻഷനും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് ആ ജസ്റ്റ് മെസ്സേജും അല്ലാതെ ലെവൽസും കണ്ടു. മെസ്സേജ് കണ്ടത് ഒരിക്കലും ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാരണം ട്രേഡ് ചെയ്യണമെങ്കിൽ SL വേണം. അപ്പോൾ എന്തായാലും ലെവൽസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എവിടെ ട്രേഡ് ചെയ്യുകയാണെങ്കിലും നമ്മൾ SL എന്ന് പറയുന്നത് ഇതാണ്. എടുത്ത ആളുകൾക്ക് എന്തായാലും മാന്യമായ പ്രോഫിറ്റ് കിട്ടിയിട്ടും ഉണ്ടാവും. ഓക്കെ, പിന്നെ പുട്ട് ഓപ്ഷൻ്റെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പുട്ട് ഓപ്ഷനിൽ നമുക്ക് രാവിലെ തന്നെ ഒരു ട്രേഡ് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സോണിലാണ് നമുക്ക് ട്രേഡ് എന്ത് ചെയ്തിട്ടുണ്ടായി, ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 157 റേഞ്ചിലാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പുട്ട് ഓപ്ഷൻ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 74 പോയിൻ്റ് അപ്പ് സൈഡിലേക്ക് പോയി. പിന്നെ നമ്മൾ ഇതിനകത്ത് നോക്കിയില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ സപ്പോർട്ട് ചെയ്യാനുള്ള ഇതാണ്. പിന്നെ നമ്മളെ വ്യൂ എന്ന് പറയുന്നത് പക്കാ ബുള്ളിഷ് ആയത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ ട്രേഡും കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. സ്റ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇത് ഞാൻ ലൈവിൽ കൊടുത്ത ലെവലാണ്. ഓക്കെ, ലൈവിൽ മീൻസ് ഞാൻ വരച്ച ലെവലാണ്, ഞാൻ ഗ്രൂപ്പിൽ കൊടുക്കാത്ത ലെവലാണ്. അപ്പം ഗ്രൂപ്പിൽ കൊടുത്ത ലെവൽസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഏതൊക്കെയാണെന്നല്ല, ഇതാണ് ഗ്രൂപ്പിൽ കൊടുത്ത ലെവൽസ്. ഈ ലെവൽസ് എന്ത് ചെയ്തു, ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് ഓൾറെഡി ട്രേഡ് കിട്ടി. അതിനുശേഷം ഇവിടെ വന്നു, മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, 4ാമത്തെ ലെവൽ ബ്രേക്ക് ചെയ്തു. അവിടെ നിന്ന് എന്ത് ചെയ്തു, റെസിസ്റ്റൻസ് എടുത്തു, വീണ്ടും റെസിസ്റ്റൻസ് എടുത്തു, മാർക്കറ്റ് നേരെ താഴെ. ഓൾമോസ്റ്റ് ഡേ ലോയിൽ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു അല്ലേ. ഓൾമോസ്റ്റ് എന്താണ് ഡേ ലോ എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര മണിക്കാണ്, 3:15 നോക്കിക്കഴിഞ്ഞാൽ 192 എന്ത് ചെയ്തു, മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പം പ്രോപ്പറായിട്ടുള്ള വ്യൂ നമുക്കുണ്ടായിരുന്നു, ബുള്ളിഷാണ് എന്നുള്ള വ്യൂ. മീൻസ് സെക്കൻഡ് ഹാഫിൽ നമ്മൾ ബുള്ളിഷ് ആയിരുന്നു, മീൻസ് സപ്പോർട്ട് ഏരിയ അവിടെ നിന്ന് നമുക്ക് ബുള്ളിഷ് ആയിരുന്നു ട്രേഡ്. ഏകദേശം 230 93 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫാൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം എത്രയാണ്, 140 പോയിൻറ്റ് ഈ പുട്ട് ഓപ്ഷനകത്ത് ഫാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മോർണിംഗിൽ നമ്മൾ പുട്ട് ഓപ്ഷൻ യൂസ് ചെയ്ത്, സെക്കൻഡ് ഹാഫിൽ നമ്മൾ സിയും യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വ്യൂ എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫിൽ ബുള്ളിഷ് ആയതുകൊണ്ട്, സെക്കൻഡ് ഹാഫിലല്ല സപ്പോർട്ട് തന്നെ നമുക്ക് ബുള്ളിഷ് ആയതുകൊണ്ടാണ് നമ്മൾ സി എടുത്ത് ഹോൾഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റി. ഇന്നലത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള മൂവ് നമുക്ക് ഇന്നലെയും കിട്ടിയിട്ടുണ്ട്. കാരണം അവിടെ കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പറയാറുള്ളൂ. അവിടെ ഞാൻ ഒരിക്കലും ഇന്ന് പുട്ട് ഓപ്ഷൻ എടുത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് നിഫ്റ്റി ഗ്രീനിൽ ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണെന്ന്, അതുകൊണ്ട് തന്നെ നമ്മൾ സിയിനകത്താണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ട് ഒരു വ്യൂ ഉണ്ടാക്കിയെടുക്കുക, അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുക. അല്ലാതെ വ്യൂ ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം, മാർക്കറ്റിൽ നമ്മൾ ജസ്റ്റ് നോക്കും 5 മിനിറ്റിൽ കുറച്ച് സി സൈഡിൽ കുറച്ച് പി സൈഡിൽ, ലാസ്റ്റ് നോക്കുമ്പോൾ ഒരു 10-20 ട്രേഡ് ഉണ്ടാവും, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏത് സൈഡിലാണ് നമ്മൾ വ്യൂ ഉണ്ടാകുകയെന്ന് വെച്ചാൽ ആ സൈഡിലേക്ക് നമുക്ക് മാക്സിമം പോയിൻ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ നമുക്ക് ഹോൾഡ് ചെയ്യും, ഇപ്പോൾ സി നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള പിടിക്കാൻ വേണ്ടി പറ്റിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ എന്ത് ചെയ്തിരുന്നു, ബുള്ളിഷ് വ്യൂ ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയത്, അതെടുത്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ നമുക്ക് എന്താ, പുട്ട് ഓപ്ഷനകത്ത് നമുക്ക് ട്രേഡ് ചെയ്യാം, പക്ഷേ നമ്മൾ വലിയ ടാർഗറ്റിന് വേണ്ടി നോക്കില്ല. സപ്പോർട്ട് ഏരിയ വരുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ബുക്ക് ചെയ്യും. അല്ലെങ്കിൽ എന്താണ്, നോർമലി നമുക്ക് പ്രത്യേകിച്ച് വ്യൂ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ പുട്ട് ഓപ്ഷൻ എടുക്കും, ഹോൾഡ് ചെയ്ത് മാർക്കറ്റ് എന്താണ് ഇത്രയും ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ചെയ്ത്, മാർക്കറ്റ് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഹോൾഡ് ചെയ്ത് പിടിക്കും. ലാസ്റ്റ് ആകുമ്പോൾ ക്യാപിറ്റൽ വാഷ് ഔട്ടോ. അപ്പോൾ നമുക്ക് പ്രോപ്പർ വ്യൂ ഉണ്ടായതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, നമ്മുടെ സീനകത്താണ് ഫോക്കസ് ചെയ്തത് മാർക്കറ്റ് സപ്പോർട്ട് റേഞ്ചിൽ വന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും കൂടുതലായിട്ട് വോളിയം പ്രൊഫൈൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക, ഗ്രൂപ്പിൽ ആക്സസും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. വോളിയം പ്രൊഫൈലിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്യുക, അതുകൂടെ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് വാട്സപ്പിൽ ഗ്രൂപ്പിൽ ചാർജും കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ ആയിട്ട് തന്നെയാണ് നമ്മൾ കോഴ്സും ലെവൽസും കാര്യങ്ങളും ഡൗട്ടും എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.